ദാ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം കൊണ്ട് ചോദിക്കുക. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എത്ര സമയം ഡെയിലി പഠിക്കാൻ റെഡിയാണ്? എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ഓണസ്റ്റ്ലി കമൻറ്റ് ചെയ്യുക. എത്ര സമയം നിങ്ങൾ ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ A+ന് വേണ്ടി മാറ്റി നിർത്താൻ നിങ്ങൾ റെഡിയാണ്? കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓണസ്റ്റ്ലി കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ആൻസർ 3ന്റെ താഴെയാണെങ്കിൽ മിക്കവാറും അത് നടക്കില്ല. അതിൻ്റെ ആൻസർ 3ന്റെ മുകളിലാണെങ്കിൽ മിക്കവാറും അത് നടക്കും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. വർഷങ്ങളായി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിപ്പിച്ച കുട്ടികളൊക്കെ എത്ര പഠിക്കുന്നുണ്ട്, എന്നിട്ട് അവർ എത്ര മാർക്ക് വാങ്ങുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലായിക്കോട്ടെ, നമ്മുടെ ഓൺലൈൻ ബാച്ചിലായിക്കോട്ടെ, യൂട്യൂബ് ക്ലാസ്സിലായിക്കോട്ടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിൽ ഈ ഒരു സിമ്പിൾ കാര്യം വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഈ A+ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഈ ചാൻസിൻ്റെ ടേംസിൽ പറയുന്നത്? സാർ എന്തുകൊണ്ട് 3 മണിക്കൂറിൻ്റെ മുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് സാറിന് പറയാൻ പറ്റില്ല? അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ കോമൺ സെൻസിക്കലായിട്ട് ആലോചിച്ച് നോക്കിയോ, ഓരോ ആൾക്കാരും ഒരേപോലെ അല്ല അല്ലേ? ഫോർ എക്സാമ്പിൾ ചിലവർക്ക് എന്താണ് അവർ ഓൾറെഡി കുറേ പഠിച്ചതുകൊണ്ടും ജനറലി അവർ പഠനത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഭയങ്കര അടിപൊളിയാണ് ചെറുപ്പം മുതൽ. അതൊക്കെ കൊണ്ട് ചിലപ്പോൾ എന്താണ് ഒരു കുട്ടിക്ക് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ A+ വാങ്ങാൻ പറ്റുമായിരിക്കും. വേറൊരു കുട്ടിക്ക് നേരത്തെ പ്രോപ്പറായിട്ട് പഠിക്കാത്തതുകൊണ്ടും ആ ബേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ജനറലി പഠിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. കഴിവില്ല എന്ന് പറയില്ല, കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ളതുകൊണ്ട് ആ കുട്ടി ചിലപ്പോൾ 2 മണിക്കൂറിന് പകരം 3.5 മണിക്കൂർ പഠിച്ചാലേ ഡെയിലി അതേ മാർക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കുറച്ച് ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇത്ര മണിക്കൂർ പഠിച്ചാൽ A+ കിട്ടുന്നു. പക്ഷേ ഈ 3 മണിക്കൂറിന് മുകളിൽ അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ള കാര്യം അത്യാവശ്യം സെർട്ടനിറ്റിയോടെ പറയാൻ പറ്റും. ഓക്കെ സാർ, കിട്ടില്ലാത്ത കാര്യം വിട്, നമുക്ക് പഠിച്ചെടുക്കാം. 3 മണിക്കൂറിന് മുകളിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെന്നുള്ള ഒരു അസംഷനിലാണ് ഇനി വീഡിയോ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർത്തിയിട്ട് പൂട്ടിയിരുന്നോ? ഓക്കെ, ഈ 3 മണിക്കൂറിന് മുകളിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങൾ ആക്ച്വലി പഠിച്ച് തുടങ്ങണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നാളെ 3 hours നിങ്ങൾ പഠിക്കും. അപ്പോൾ 3 hours നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് കണ്ട് പഠിക്കുന്നൊക്കെ ഇൻക്ലൂഡഡ് ആട്ടോ. 3 hours നിങ്ങൾ പഠിച്ചു നോക്കും. ഇതിൻ്റെ എത്ര പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നോക്കാം. ഇപ്പോൾ 3 മണിക്കൂർ പഠിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓൾറെഡി എന്തിനു മുമ്പൊക്കെ കണ്ട ചാപ്റ്റേഴ്സ്, ഓണം എക്സാമിൻ്റെയോ ക്രിസ്മസ് എക്സാമിൻ്റെയോ ചാപ്റ്റർ അതുപോലെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു ചാപ്റ്റർ പോലും തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 3 മണിക്കൂർ മതിയാവില്ല. കാരണം ഒരു ചാപ്റ്റർ പെർ ഡേ എങ്കിലും ആ റേറ്റിൽ നിങ്ങൾ പോയില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ 3 മണിക്കൂർ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈസിലി ഒരു ചാപ്റ്റർ 1.5 ചാപ്റ്ററൊക്കെ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റേഞ്ചിൽ പോയാൽ മതി. 3.5 hours. അത് പബ്ലിക് എക്സാമും മോഡൽ എക്സാമിനോട് അടുക്കുമ്പോൾ അത് കൂട്ടണം, എന്തായാലും കൂട്ടണം. 3 to 4, 4 to 5, 5 to 6. പിന്നെ ലീവൊക്കെ ഉള്ള ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം, അതിലിപ്പോൾ കണക്കൊന്നുമില്ല, 8, 9, 10 മണിക്കൂറൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം എല്ലാവരും. ഓക്കെ, പക്ഷേ ഈ 3 മണിക്കൂറും വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ചാപ്റ്ററിന് തീർക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ 3 hours ഇൻക്രീസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട് പഠിക്കാൻ. പറ്റുന്നില്ല എന്നല്ല പഠിക്കാൻ, പക്ഷേ സമയം നിങ്ങൾക്ക് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊടുക്കണം, അല്ലാണ്ട് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ 3 hours 3.5 hours ആക്കി നോക്കുക, അടുത്ത 2 ദിവസം അങ്ങനെ നോക്കുക. അപ്പോഴും ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റുന്നില്ലേ, 4 മണിക്കൂർ ആക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അങ്ങനെ ഈ ഒരു ഡേ അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റുന്ന റേറ്റ് എപ്പോഴാണോ എത്തുന്നത് അതാണ് നിങ്ങളുടെ ആ ഐഡിയൽ മണിക്കൂർ. അത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും ഓണസ്റ്റ്ലി നിങ്ങൾ ആ വർക്ക് ഇടാൻ റെഡി ആണെങ്കിൽ ഒരു സംശയമില്ല നിങ്ങൾക്ക് A+ കിട്ടിയിരിക്കും. അതിലൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം വർഷങ്ങളായി നമ്മൾ കുട്ടികളെ കാണുന്നതാണ്, ഇന്നേ വരെ 3-4 മണിക്കൂർ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ പഠിച്ച ഒരു കുട്ടി പോലും ഈ A+ നഷ്ടപ്പെട്ടത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു എഫേർട്ട് നിങ്ങൾ ഇടണം. ഇനി ഇത് എവിടെ നിന്ന് ഇടണം എന്നാണ് നിങ്ങൾക്ക് അറിയാത്ത, ഏറ്റവും ബെസ്റ്റ് നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഫീസും കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും 1 shot ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതുകൂടാതെ PYക്കൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും, അല്ല എക്സാമിനറിൻ്റെ ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുടെ കോമ്പിനേഷൻ മാത്രം നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു 80-85% ലെവലിൽ ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ ചോദ്യങ്ങൾ, പിന്നെ അല്ലാത്ത ഗൈഡിൽ നിന്ന് കിട്ടുന്ന ചോദ്യങ്ങൾ, യൂട്യൂബിൽ മാരത്തോൺ ക്ലാസ്സും അല്ലാത്ത വീഡിയോസും ഉള്ള ചോദ്യങ്ങൾ, അതെല്ലാം കൂടെ എക്സാമിൻ്റെ സമയത്ത്, മോഡൽ എക്സാമിൻ്റെ സമയത്ത്, പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് ഒന്നും കൂടെ നിങ്ങളുടെ എഫേർട്ട് എടുത്ത് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഈസിലി ഈ A+ അച്ചീവബിൾ ആയില്ലാവരാണ്, പരീക്ഷ എത്ര ഡിഫിക്കൽട്ട് വന്നാലും. അപ്പോൾ ഈ ഒരു കാര്യം മുന്നിൽ വെച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളെപ്പോഴും പറയും ക്വാണ്ടിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിലൊരു ചെറിയൊരു കാര്യമുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലേ ക്വാളിറ്റി മാറ്റർ ചെയ്യുള്ളൂ. നിങ്ങൾ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാണ്ട് ആ ദിവസം 1/2 മണിക്കൂർ ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള പഠനം അതൊരിക്കലും വർക്കാവില്ല. അപ്പം ക്വാണ്ടിറ്റി ഒരു
മിനിമം കണ്ടീഷനാണ്, അത് മിനിമം 3 മണിക്കൂർ കണ്ടീഷനാണ്. അതിൻ്റെ മുകളിൽ ആ 3 മണിക്കൂർ നിങ്ങൾ ക്വാളിറ്റി ചേർത്തിട്ട് അല്ലെ നല്ലോണം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ക്വാണ്ടിറ്റി പ്ലസ് ക്വാളിറ്റി രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങളെ A+ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അച്ചീവബിൾ ആണ്, പക്ഷേ എഫേർട്ട് ഇട്ടാലേ അച്ചീവബിൾ ആവണു എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ കാര്യമൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാവുന്നുള്ളൂ. ഇതിൽ ഒരു ബുദ്ധിമുട്ടില്ല. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.